നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ റിലവൻ്റ് ആയ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ് എൻട്രൻസുകൾ. ഇനിയപ്പോൾ എൻട്രൻസിൻ്റെ കാലങ്ങളാണ്. അങ്ങോട്ട് പരീക്ഷ +2 പരീക്ഷ കഴിഞ്ഞാൽ എല്ലാവരും എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. ഈ എൻട്രൻസുകൾ ആരൊക്കെ എഴുതണം, എന്തിനാണ് എഴുതുന്നത്, നിങ്ങൾക്കിത് കിട്ടുമോ, അതിനുള്ള സമയമുണ്ടോ എന്നൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് ഷോർട്ടായിട്ട് പറയും. വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നന്നായിട്ട് ഉപകരിക്കുന്നതാണ്. അത് ലോങ് ടേമിനും ക്രാഷിനും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം, ഇപ്പം കീം എന്ന് പറയുന്ന പരീക്ഷ നമ്മുടെ കേരളത്തിൽ നടത്തുന്ന എൻജിനീയറിംഗ് എൻട്രൻസ് ആണ്. നല്ലൊരു എക്സാമാണ്. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഏറ്റവും അക്കാഡമിക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് കോളേജിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ കീമിൻ്റെ റാങ്ക് വളരെ ഗുണകരമാകുന്നതാണ്. ഏകദേശം ഒരു മാസം, ഏപ്രിൽ 24 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു മാസമൊക്കെ നമുക്ക് അതിന് കാലയളവുള്ളൂ പഠിക്കാൻ. നീറ്റാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. മെയ്യിലേക്ക് ഒരു സമയം കിട്ടുന്നുണ്ട്. NDA അപേക്ഷിച്ച് NDA ഏപ്രിൽ 13 NDA 1 ഉണ്ടെങ്കിൽ തന്നെ NDA 2 സെപ്റ്റംബറിലുണ്ട്. വേറെ രണ്ടാമത്തെ ഓപ്ഷനാണ്. NDA കുറിച്ച് പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. NDA 1 എഴുതിയതിൻ്റെ ബാക്കിയാണോ? അല്ല, 2 ചാൻസ് തരുന്ന ഒരേ ഒരു എൻട്രൻസ് ആണ് NDA. അത് സെപ്റ്റംബറിലും ഉണ്ട്, ഏപ്രിലും ഉണ്ട്. അതിന് സെപ്റ്റംബറിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഏജ് വൈസ് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ NDA 2 നമുക്ക് എഴുതാൻ പറ്റും. ഒരു നല്ല ശതമാനം പേർക്കും അത് ഏജ് ലിമിറ്റ് മറികടക്കാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ +2 ഇപ്പോഴത്തെ +2കാരെ +2 എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ആരൊക്കെയാണ് എൻട്രൻസുകൾ എഴുതേണ്ടത്? ഇത് കുറച്ച് രക്ഷകർത്താക്കൾ പറയുകയാണ്, അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം പറയുകയാണെന്ന്, നമുക്ക് എല്ലാവർക്കും കൂടെ എൻട്രൻസിന് കോച്ചിങ്ങിന് പോകാം, നമുക്ക് എൻട്രൻസ് എഴുതി നോക്കാം, ചുമ്മാ. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് 10,000, 20,000, 25,000 രൂപ മുടക്കി എൻട്രൻസ് എഴുതുമ്പം എനിക്ക് എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ മെഡിസിനോടോ എനിക്ക് നല്ല താല്പര്യം ഉണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഒരു 100 വട്ടമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചിരിക്കണം. കാരണം ഇതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ നല്ലതുപോലെ ക്രാഷ് കോഴ്സ് ആണെങ്കിൽ നല്ലതുപോലെ കുറച്ച് സമയം കൊണ്ട് നല്ലതുപോലെ മെനക്കെടാൻ തയ്യാറാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ നല്ലതുപോലെ തയ്യാറാണോ? കാരണം ഒരു മാസം കൊണ്ട് കിട്ടും, സംശയം വേണ്ട. പക്ഷെ നമ്മളതുപോലെ എന്ത് ചെയ്യണം? മെനക്കെടണം. ഞാനൊരിക്കലും ഒരു 15,000, 25,000, 20,000 രൂപയുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ ചുമ്മാതെ പോയി രസത്തിന് വേണ്ടി പോയി പഠിച്ചിട്ട് ആ പൈസ കളയുന്നതിനോട് താല്പര്യമില്ല. കാരണം നല്ലൊരു കോഴ്സ് വേണമെങ്കിൽ പഠിക്കാം ആ പൈസ കൊണ്ട് വേണമെങ്കിൽ. കാരണം നിങ്ങൾക്ക് ഇതിനോട് പാഷൻ എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള കാലത്ത് സ്കില്ലായിട്ടുള്ള പാഷനായിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കാലമാണ്. അന്നേരം പാഷനും സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നമുക്ക് കുറഞ്ഞ സമയം കൂടുതൽ സമയമൊക്കെ വെച്ച് എടുക്കാം. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ +2 പഠനത്തിൻ്റെ ഡിലീറ്റഡ് ടോപ്പിക്കിൽ നല്ല ശതമാനവും നമുക്ക് ഇങ്ങനെയുള്ള പല എൻട്രൻസ് എക്സാമുകൾക്കും ഫുൾ ടോപ്പിക്കുകൾ പഠിക്കേണ്ടതായിട്ട് വരും. അന്നേരം അതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ എൻട്രൻസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കൂടുതൽ ആഡ് ഓൺ ചെയ്ത് പഠിക്കുന്നോ അത്രയും നമ്മൾ ബ്രില്യൻ്റ് ആവും നമ്മൾ നന്നായിട്ട് എൻട്രൻസ് എഴുതാൻ. ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഇപ്പം മാത്സ്, നമ്മൾ കീമിന് മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 50% മാത്സ് ആണ്. അന്നേരം മാത്സിൻ്റെ നമ്മൾ 200 ക്വസ്റ്റ്യൻ ചെയ്യുന്നതും 500 ക്വസ്റ്റ്യൻ ചെയ്യുന്നതും 1000 ക്വസ്റ്റ്യൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം. 1000 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രിപ്പയർ ചെയ്യും. അന്നേരം നമുക്ക് നല്ലതുപോലെ പരീക്ഷയെ സമീപിക്കാൻ പറ്റും. അന്നേരം അതിന് സമയം നന്നായിട്ട് എടുത്ത് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അന്നേരം അതിന് ആദ്യം വേണ്ട എന്താണ്? ഒരു ബേസും കൺസെപ്റ്റും. നമുക്ക് ഒരു 99% കുട്ടികൾക്ക് എന്ത് ഇല്ല. സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾക്കും കമൻ്റ് ഇടാം, ബേസോ കൺസെപ്റ്റുകളോ കാണത്തില്ല. ബേസും കൺസെപ്റ്റും ഇല്ലാതായിരിക്കും നമ്മൾ പലപ്പോഴും പഠിക്കുന്നത്. ഒന്നും അടിസ്ഥാനമില്ല. നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നു, ഫിസിക്സ് ആണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യുന്നു, അങ്ങനെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നല്ല രീതിയിൽ നമുക്കൊരു ബേസും കൺസെപ്റ്റും വേണം. ബേസ് വ്യക്തമായിട്ട് വേണം, ഒരു കൺസെപ്റ്റ് ക്ലിയർ ആകണം. എന്നാലേ നമുക്കൊരു ഇക്വേഷൻ ചൂസ് ചെയ്യാനും അതിനകത്ത് കൃത്യമായിട്ടത് ചെയ്ത് കൃത്യമായിട്ട് ആൻസറിലോട്ട് എത്തിക്കാനും ഒക്കെ നമുക്കൊരു സമയ ക്രമീകരണം, ഇതെല്ലാം എൻട്രൻസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നമ്മുടെ മൈൻഡ് സെറ്റായിരിക്കണം. എനിക്ക് ഇന്നത് വേണം. അപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ എൻട്രൻസ് എഴുതുന്നത് എനിക്ക് എഞ്ചിനീയറിംഗ് ആണോ മെയിൻ. പല കുട്ടികളും മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, റാങ്ക് കുറയുമ്പോൾ എഞ്ചിനീയറിംഗിലോട്ട് പോകും. ആ രീതി വരരുത്. നിങ്ങൾ എഞ്ചിനീയറിങ്ങിനാണോ വേണ്ടത്, മെഡിസിൻ ആണോ,
ഇമ്പോർട്ടൻസ്, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഇനി അങ്ങോട്ട് പോകുന്ന ഈ കോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം പഠിക്കുക. ഇനി ഈ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ പഠിക്കുന്നത്, ഇപ്പം നീറ്റ് പോലുള്ള എക്സാം ഒരിക്കലും 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അല്ലെങ്കിൽ അതുപോലെ വർക്ക് ചെയ്താൽ ഓക്കെ. പക്ഷെ നമുക്ക് ഒരു വട്ടം ഒന്ന് എഴുതാൻ ഇപ്പോൾ ഈ ക്രാഷ് ഉപകരിക്കും. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ എഴുതാനെക്കാട്ടി നല്ലത് ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയി എഴുതുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കണം, എനിക്ക് ഈ നീറ്റും കീമും ഒന്ന് ശരിക്കും കഷ്ടപ്പെട്ടാൽ എനിക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ. നമുക്ക് എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ 1 ഇയർ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യണം. ആ 1 വർഷം ശരിക്കും കഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്രാഷ് എഴുതുന്ന കുട്ടികൾക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ക്രാഷ് എഴുതാത്ത കുട്ടികൾക്കത്, ഒരു വട്ടം എഴുതാത്ത കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ കിട്ടത്തില്ല. പക്ഷേ ക്രാഷ് എഴുതുന്ന കുട്ടികൾക്കറിയാം. ഈ കീമോ അല്ലെങ്കിൽ നീറ്റോ എഴുതുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് പറ്റിയ പണിയാണോ കീമും നീറ്റും. അത് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം റാങ്ക് ഇച്ചിരി കുറഞ്ഞാലും 1 വർഷം കൊണ്ട് പഠിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും ഗംഭീരമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രം ലോങ് ടൈം 1 വർഷത്തെ ക്രാഷ് എടുക്കാവുള്ളൂ, 1 വർഷത്തെ ലോങ് ടൈം എടുക്കാവുള്ളൂ. കാരണം ഈ ചുമ്മാ പേരൻസ് പറയും 1 വർഷം നീ പോയി പഠിച്ചു കുഴപ്പമില്ല. ഈ 1 വർഷം പഠിക്കുന്നതിന് അതിഭീമമായ തുക നമ്മൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുമ്പോൾ വേറെ നല്ല കോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചിലപ്പോൾ പഠിക്കാനുള്ള പൈസ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അന്നേരം ഇത് പൈസ കൊണ്ടുള്ള കളിയാണ് ഈ എൻട്രൻസുകളുടെ എല്ലാം. അന്നേരം വളരെ ആലോചിച്ച് വേണം നിങ്ങളുടെ തീരുമാനം, ഡിസിഷൻ, ഫൈനൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുക. കാരണം നമുക്ക് പഠിക്കണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹം, ഒരു പാഷനായിട്ടുള്ള ഏതെങ്കിലും എൻജിനീയറിങ്ങോ മെഡിക്കലോ നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. അതിനകത്ത് ഏതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം എൻജിനീയറിങ്ങിന് തന്നെ ഒരുപാട് വിഭാഗമുണ്ട്, മെഡിക്കലിന് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, പാരാമെഡിക്കലുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ വിഭാഗങ്ങളുണ്ട്. ഇതിലേത് ബ്രാഞ്ചാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള നിങ്ങൾ ആദ്യമേ കരുതിയിട്ടേ അടുത്ത സ്റ്റെപ്പിലോട്ട് നിങ്ങൾ എൻട്രൻസിലോട്ട് വെക്കാവുള്ളൂ. അന്നേരം ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഉറപ്പായിട്ട് അടുത്ത പുത്തനായിട്ടുള്ള കോഴ്സുകളെ കുറിച്ചും +2 കഴിഞ്ഞതിന് ശേഷമുള്ള ഫർദറായിട്ടുള്ള അറിയാത്ത കോഴ്സും അറിയുന്ന കോഴ്സും അതിൻ്റെ ജോലി സാധ്യതകളും ഉറപ്പായിട്ടും റിലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലെത്തും. അന്നേരം എൻട്രൻസ് എഴുതണോ, അതിനുള്ള സമയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയും നന്നായിട്ട് പാഷനുള്ള കുട്ടികളാണ്, നല്ല ഗംഭീരമായിട്ട് എനിക്ക് എഴുതി എടുക്കാമെന്ന് കഴിയുന്നവർക്ക് 1 മാസം മതിക്കുകയും ധൈര്യമായിട്ട് നീറ്റിന് അത്രയും സമയം മതി. ഇനി പാഷനില്ല, ചുമ്മാ ഒരു രസമായിട്ടാണെങ്കിൽ ഒരിക്കലും നമുക്കത് കിട്ടത്തില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ലക്ക് ഒരു ഫാക്ടറല്ല, പ്രധാനമായിട്ടും നീറ്റ് പോലുള്ള പരീക്ഷകൾ. കാരണം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക, അടുത്ത വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള നല്ല വീഡിയോസ് ഉറപ്പായിട്ട് വരും. നെവർ എവർ ഗിവ് അപ്പ്.